That is Cooperative Law, General Corporation, Banking, Accountancy. ഇവിടെ നമുക്ക് എല്ലാത്തിനും ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മുടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലിക്കേഷൻ അയച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയും അപ്ലിക്കേഷൻ അയക്കാനുള്ളവർ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ അയക്കുക. ജനുവരിയിലാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ കൂടി ലാസ്റ്റ് നിമിഷത്തേക്ക് നിൽക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുക. എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് CSEB ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് CSEB പഠിച്ചു തുടങ്ങണം, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഇരിക്കുന്ന പലരും ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PSCനേക്കാളുപരി കൂടുതൽ PSCക്ക് പഠിച്ചിരുന്നവർ പോലും നമ്മുടെ CSEBയിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ CSEBയുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ തുടക്കക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ പഠിക്കണം, എന്താണ് നമുക്ക് CSEBയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് മിസ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം. ഓക്കെ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് മിസ്സിന് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. മിസ്സിനല്ല, മഹത്തായിട്ടുള്ള മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ളതാണ്. ടു സക്സീഡ് ഇൻ ലൈഫ് യു നീഡ് 2 things, ഇഗ്നോറൻസ് ആൻഡ് കോൺഫിഡൻസ്. എന്താണ്, നിങ്ങൾ CSEB പഠിക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇഗ്നോറൻസും കോൺഫിഡൻസും. ഇഗ്നോർ ചെയ്യാൻ ആദ്യം തന്നെ പഠിക്കുക. എന്ത് ഇഗ്നോർ ചെയ്യണം? നമ്മൾ പഠനം തുടങ്ങിയാൽ നമ്മളെ തളർത്താനായിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് കുറേ നാൾ PSCക്കെല്ലാം പഠിച്ച് അവിടെ നിന്നും വീണ്ടും നമ്മുടെ CSEBയിലേക്ക് വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ CSEB തന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല അല്ലേ. ഓക്കെ, പക്ഷേ നമ്മളെ തളർത്താനായിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും. കുറേ നാളായില്ലേ നീ PSC അല്ലെങ്കിൽ ഇതിന് പഠിക്കുന്നു, നീ എന്തുകൊണ്ട് ലിസ്റ്റിൽ കയറിയില്ല, പേടിച്ചിട്ട് പല ഫങ്ഷൻസിനും പോവാതിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളത് അവോയ്ഡ് ചെയ്യുക. എല്ലാവരുടെയും IQ ലെവൽ ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. നമ്മൾക്കും ഒരു ദിവസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പറഞ്ഞവർ പറഞ്ഞോട്ടെ, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയുക. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. തളർത്താനുള്ളവർ നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളത് കേട്ട് തളരാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോവത്തേ ഉള്ളൂ. അപ്പോൾ ഇഗ്നോർ ചെയ്യുക. എന്തിനെ? നെഗറ്റീവ്സിനെ ഇഗ്നോർ ചെയ്യുക. ദെൻ കോൺഫിഡൻസ്. ഇന്ന് മുതൽ നിങ്ങൾ ഉറപ്പിക്കുക, നമ്മൾ ജോലി നേടിയെടുക്കും എന്നുള്ള ഒരു വാശിയോടുകൂടി, എന്നെക്കൊണ്ട് പറ്റും, ഐ ക്യാൻ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ മഹത്തായ കുറേ കോട്ട്സ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കോട്ടാണ്, ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീൻ ഇൻ സ്ലീപ്പ്, ഡ്രീം ഈസ് സംതിങ് വിച്ച് ഡസൻ ലെറ്റ് യു സ്ലീപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ടാണ്. പക്ഷേ ഞാനിതിവിടെ ഇടാൻ കാരണം എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കോട്ടാണത്. എന്നെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും നിങ്ങളെയും സ്വാധീനിക്കേണ്ടിയിരിക്കുന്ന ഒരു കോട്ടാണത്. എന്താണ്? സ്വപ്നം കാണാൻ. ഇന്ന് മുതൽ നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുക. നമ്മൾ CSEBയിൽ ജോലി കയറി ആദ്യത്തെ ദിവസം ആ ശമ്പളം വാങ്ങുന്ന ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങുക. എന്താണ് സ്വപ്നത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ CSEBയുടെ റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിക്ക് കയറി സാലറി വാങ്ങിക്കുന്ന സ്വപ്നം നിങ്ങൾ ഇന്ന് മുതൽ കണ്ടു തുടങ്ങുക. നമ്മുടെ എൻട്രി നിങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻട്രിയുടെ ഒരു കൂട്ടം ടീച്ചേഴ്സും നിങ്ങളുടെ മെൻറ്റേഴ്സും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ CSEB എഴുതാനായിട്ടുള്ള മെയിൻ ക്വാളിഫിക്കേഷൻ BCom കോപ്പറേഷൻ, HDC, JDC ഇതിൽ പാസ്സായിട്ടുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് CSEBയുടെ എക്സാം എഴുതാവുന്നതാണ്. സിലബസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PSCനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ. കോപ്പറേറ്റീവ് ലോ ഇതിൽ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറേ സെക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. ഇപ്പോൾ നിയമങ്ങൾ കോപ്പറേറ്റീവ് ലോയിൽ കുറേ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. പഴയതായിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കോപ്പറേറ്റീവ് ലോയിൽ
കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് പഴയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് പഴയതാണോ പുതിയതാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. പുതിയതായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും കോപ്പറേറ്റീവ് ലോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കുക. ഇവിടെ നമുക്ക് സെക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. ഓക്കെ, 110 സെക്ഷൻസ് ആണുള്ളത്. കേട്ടിട്ട് പേടിക്കേണ്ട, എല്ലാനൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പഠിക്കുക. ദെൻ ജനറൽ കോപ്പറേഷൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ജനറൽ കോപ്പറേഷനിൽ കേരള കോപ്പറേഷൻ ഉണ്ട്, ഇന്ത്യൻ കോപ്പറേഷൻ ഉണ്ട്, ഫോറിൻ കോപ്പറേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ബാങ്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ്ങിനെ നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ്ങും മോഡേൺ ബാങ്കിങ്ങും വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ബാങ്കിങ്. പിന്നെയുള്ളത് അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ മാത്സ്, പണ്ടൊക്കെ CSEBയുടെ മാത്സ് PSCയുടെ മാത്സ് പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് PSCയുടെ മാത്സ് അല്ല, നമുക്ക് മാത്സ് എന്ന് പറയാൻ പറ്റില്ല, റീസണിങ് ആണ്, മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് CSEBയുടെ എക്സാമിന് ചോദിച്ചു വരുന്നത്. പിന്നെ ഇംഗ്ലീഷും ജനറൽ നോളജും. ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന്, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ലോ, ജനറൽ കോപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി. ഇവിടെ നമുക്ക് എല്ലാത്തിനും ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ലോ എന്ന് പറയുമ്പോൾ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. അതിപ്പോൾ കോപ്പറേഷൻ ആയിക്കോട്ടെ. ബാങ്കിങ്ങിൻ്റെ കേസ് മാത്രമാണ് നമുക്ക് മോഡേൺ ബാങ്കിങ്ങിൻ്റെ കേസിൽ ചില വ്യത്യാസങ്ങൾ വരും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ സ്ലാബിൽ മാറ്റം വരും. അപ്പോൾ അവിടെ മാത്രമാണ് ചില ചേഞ്ചസ് വരിക. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഒരേപോലെയാണ്. അപ്പോൾ PSCനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് CSEB പഠിക്കാനായിട്ട്. ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്കവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് മാത്രമാണ് CSEBക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അത് നല്ലവണ്ണം പഠിക്കുക. മിനിമം ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും, മിനിമം ഫ്രം ടുഡേ, ഇന്ന് മുതൽ 4 മണിക്കൂറെങ്കിലും പഠിക്കുക. മിനിമമാണ് മിസ്സ് പറഞ്ഞത്. ദെൻ അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? First one, start early. Don't leave it to last minute. Start revising a couple of weeks before your exam to give your brain time to absorb. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ അയച്ചു. ഇപ്പോഴും ആപ്ലിക്കേഷൻ അയക്കാത്ത ധാരാളം കുട്ടികളുണ്ട്. ഒരിക്കലും ഒന്നിനും ലാസ്റ്റ് മിനിറ്റിലേക്ക് അല്ലെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് വെക്കരുത്. ഓക്കെ, ഇപ്പോഴും പലരും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ട്. എന്തായാലും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഇല്ലുള്ളൂ, എക്സാമിൻ്റെ ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കരുത്. നമ്മൾ പഠിച്ചു പഠിക്കാനല്ല, നമ്മളിപ്പോൾ റിവിഷൻ ചെയ്ത് തുടങ്ങാനുള്ള സമയം പോലുമായി. പഠിക്കാനുള്ള ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികളോട് മാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. എക്സാം ഡേറ്റ് വരാനായിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. എക്സാമിൻ്റെ സമയത്ത് കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച് കുറച്ച് റെസ്റ്റ് കൊടുക്കുക ബ്രെയിനിന്. സെക്കൻഡ് വൺ, ഫെയിലിംഗ് ടു പ്രിപ്പയർ. പ്ലാൻ യുവർ ടൈം. നമ്മൾ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളെന്താണ് പറയുക, ഫെയിലിംഗ് ടു പ്രിപ്പയർ ഈസ് പ്രിപ്പയറിംഗ് ടു ഫെയിൽ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ പ്ലാൻ വൈസ്ലി. മേക്ക് എ ഷെഡ്യൂൾ ടു ഡോക്യുമെൻറ്റ് വാട്ട് യു വിൽ റിവൈസ് ആൻഡ് വെൻ. നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കി അവിടെ വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ അതിനനുസരിച്ച് പഠിക്കുക. ചിലവർക്ക്, ഞാൻ ബാങ്കിങ് സബ്ജക്റ്റ് എടുക്കുന്ന ആളാണ് എൻട്രിയിൽ. അപ്പോൾ ബാങ്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വർഷങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പറയുന്ന ഒരേ ഒരു പ്രോബ്ലമാണ്, മിസ്സേ വർഷങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ വർഷങ്ങൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ചൊല്ലി തന്നെയാണ് നമ്മൾ പഠിച്ചത്. അല്ലാണ്ട് അതിനൊരു എളുപ്പ വഴിയൊന്നുമില്ല. അതേപോലെ തന്നെ വർഷങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ചില കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. എങ്കിലും അതിനൊരു പരിധിയുണ്ട് അല്ലേ?
സോ അപ്പോൾ നമുക്ക് പറയുന്നതിന് നമുക്ക് ഒന്നുകിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പേപ്പറിലോ ചാർട്ട് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് വർഷങ്ങൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, അതപ്പം തന്നെ കയറിക്കോളും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ഇട്ട് പഠിക്കുക. ഇന്ന ദിവസം ഇത്ര സമയം വരെ പഠിക്കും എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അവോയ്ഡ് യുവർ ഫോൺ. നിങ്ങളുടെ ഫോൺ മാറ്റി വയ്ക്കുക. ഓക്കെ, revision is tough, but looking at social media every 10 minutes won't help you learn, but your phone away you can focus. നമ്മൾ വെറുതെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഫോൺ കാണുമ്പോൾ ഒന്ന് എടുത്ത് നോക്കാൻ തോന്നും അല്ലേ? ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ എടുത്ത് നോക്കും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ മിനിമം നമ്മുടെ ഒരു അരമണിക്കൂറെങ്കിലും പോവും. ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പോയിട്ട് അര മിനിറ്റ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് കൂടി വരിക എന്ന് ഓർക്കുക. സോ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒഴിവാക്കാൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയില്ല, പക്ഷേ പതുക്കെ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുക. ഒരു ദിവസം നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എത്രത്തോളം സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ചിലവരുണ്ട് പഠിച്ചു കഴിഞ്ഞു, ഓക്കെ ആ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു, അത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആ സബ്ജക്റ്റ് എടുക്കുന്നത്. ഒരു കാര്യമില്ല അങ്ങനെ പഠിച്ചിട്ട്. എല്ലാ ദിവസവും പഠിക്കുന്നത് വൺസ് ഇൻ എ വീക്ക് റിവൈസ് ചെയ്യുക. എല്ലാ സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. വീണ്ടും പഠിക്കുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ റിവൈസ് ചെയ്ത് നമ്മുടെ തലയിൽ കയറ്റുക. ദെൻ നെക്സ്റ്റ് വൺ, ടേക്ക് ബ്രേക്സ് എന്ന് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാണ്ടിരിക്കുക. ചെറിയ ബ്രേക്കൊക്കെ കൊടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രിയിൽ ഗോൾഡ് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളെ നമ്മുടെ CSEBയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് CSEBയിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എൻട്രിയിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എൻട്രിയിൽ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ദെൻ സ്റ്റഡി പ്ലാൻ ഗൈഡഡ് ബൈ എ സ്പെഷ്യൽ മെൻറ്റർ. നിങ്ങൾ എൻട്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. പ്രത്യേകിച്ച് ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമുക്ക് ജോലിക്ക് പോയിട്ട് പഠിക്കാൻ സമയമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ക്ലാസ്സിൽ കയറാനും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡഡ് ക്ലാസ് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാം. റെക്കോർഡഡ് ക്ലാസ് കേട്ടിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ മെൻറ്ററെ വിളിക്കാം. മെൻറ്ററിന് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും മെൻറ്റർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സപ്പോസ് മെൻറ്ററിൽ നിന്നല്ല, നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സിൽ നിന്നാണ് അതിൻ്റെ റെസ്പോൺസ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടിനുള്ള അപ്പം തന്നെയുള്ള ക്ലിയറൻസ് ആ പർട്ടിക്കുലർ ടീച്ചർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ട ഡെയിലി ടാസ്കുകളുണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളുണ്ടായിരിക്കും. ഡെയിലി ടെസ്റ്റുകളുണ്ടായിരിക്കും. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ദെൻ റിവിഷൻസ് അവൈലബിൾ ആണ്. ദെൻ ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ട്, റിവിഷൻ ടെസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകളുണ്ടായിരിക്കും. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റിംഗ്സ് വേണം, ഇപ്പോൾ മെൻറ്ററുമായിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കൺസേൺ ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. ദെൻ കൗൺസിലിംഗ്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇഫ് യു നീഡ് നമ്മളിവിടെ നിന്ന് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മൾ ക്ലാസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കയറിയില്ല, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടും ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ടീമുണ്ട് നമ്മുടെ എൻട്രിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്വപ്നം കണ്ടു തുടങ്ങാൻ റെഡിയല്ലേ? നമ്മുടെ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും നിങ്ങളോടൊപ്പമുണ്ട്. ഓക്കെ, താങ്ക് യു.